ചാനൽ മാറ്റമൊന്നും വേണ്ട. പാട്ട് കേട്ടപ്പോൾ വിചാരിച്ചു ഇതെന്തോ നാടകഗാനത്തിൻ്റെ പരിപാടിയാണെന്ന്. അല്ല, ഇത് വേറിട്ട ചിന്തകൾ തന്നെയാണ്. ഇത് കഴിഞ്ഞൊരു ദിവസം ഫേസ്ബുക്കിലൂടെ വന്ന ഒരു പരസ്യയോഗം നടത്തിയതിൻ്റെ വീഡിയോയാണ്. ധാരാളം ആളുകൾ ഈ ഗായികയെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പോൾ തന്നെ വളരെ ഭക്തി മൂത്തിട്ട് ആ പാടിയ പാട്ട് വേറെ ഒരെണ്ണം പാടാൻ പാടില്ലായിരുന്നോ, ഒരു ആത്മീയ ഗാനം പാടാൻ പാടില്ലായിരുന്നോ, അല്ല സുവിശേഷത്തിന് പറ്റിയ പാട്ടുകൾ പാടാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കമൻറ്റുകൾ അതിൻ്റെ അടിയിലുണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചില കാര്യങ്ങൾ വേറിട്ട നിലയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് പറയട്ടെ. ഇത് ഒരു പരസ്യയോഗമാണ്. കർത്തൃമേശ ഒരുക്കി വെച്ചിട്ട് പാടുന്ന ഒരു പാട്ടല്ല. സ്നാനത്തിനു വേണ്ടി തയ്യാറായി നിന്നിട്ടൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ട് പാടിയ പാട്ടല്ല. നമുക്കെല്ലാവർക്കും പാടി ആരാധിക്കാമെന്ന് പറഞ്ഞ് പാടിയ ഒരു പാട്ടല്ല. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികൾക്ക് വേണ്ടി പാടിയ ഒരു പാട്ടുമല്ല, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പാടിയ ഒരു പാട്ടും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ പൊതുസ്ഥലങ്ങളിൽ അക്രൈസ്തവരുടെ മുന്നിൽ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ആ ജനത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി നല്ലൊരു ആകർഷണീയ രീതി ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? നമ്മൾ കാത്തിരിപ്പിയത്തിനുണ്ടൊക്കെ പ്രസംഗിക്കും പോലെ അവിടെ ചെന്ന് തുള്ളിച്ചാടി കിടന്ന് പ്രസംഗിച്ചാൽ ഒരു മനുഷ്യനും നോക്കാനാകത്തില്ല. നല്ല ആകർഷണീയമായ ശൈലികളും നല്ല ചിന്തകളുമൊക്കെ നല്ല ഭാഷാപ്രയോഗങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ഇനി ജനം രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, നല്ലൊരു പ്രസംഗമാണെന്നും പറഞ്ഞ് കേട്ടിരിക്കുമല്ലോ. മിക്കവാറും പരസ്യയോഗം അങ്ങനെയാണല്ലോ. അതിനകത്ത് കുറേ രാഷ്ട്രീയ പ്രസംഗം നടത്തും പോലെ അടിച്ച് മിന്നിച്ചങ്ങോട്ട് വിട്ട് ജനം കേൾക്കും. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അവരുടെ ആ പ്രസംഗത്തിൻ്റെ അവതരണത്തിൻ്റെ വൈഭവം കൊണ്ടെങ്കിലും കുറച്ച് ജനം കേൾക്കാൻ താല്പര്യപ്പെടട്ടെ, നല്ലത് തന്നെ. അപ്പോൾ ഈ പരസ്യയോഗത്തിന് പാട്ട് പാടുന്നത് ഒന്ന് മനസ്സിലാക്കുക, ഇത് ആരാധനയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല. ഇനി മറ്റൊന്ന് പറയാ, ഈ പാടുന്ന വ്യക്തി ഒരു ഗായികയാണെന്ന് സമൂഹത്തെ അറിയിക്കാൻ വേണ്ടി പാടുന്ന പാട്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ സഹോദരിയുടെ പാടിയ പാട്ട്? നമുക്കത് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം അതിനെക്കുറിച്ച്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ മണ്ണിൽ ഇടമില്ല. ഈ പാട്ടിന് പറ്റിയ കുഴപ്പമെന്ന് പറയുന്നത് ഇതിലെ ആശയം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളതാണെങ്കിലും ഇത് അവതരിപ്പിച്ചതൊരു നാടകത്തിലായിപ്പോയി. തന്നെയല്ല, ഇതിനകത്തൊരു വ്യത്യാസം വരുന്നത് പാമ്പുകൾക്ക് മാളമുണ്ട്, എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത് കുറിനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്. എന്നിട്ട് മെയിൻ കാര്യം പറയുന്നു, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. ഈ വേദവാക്യങ്ങൾ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിലും കാണാൻ കഴിയുന്നുണ്ട്. ഇത് മറ്റാരും പറയുന്നല്ല, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്തിന് കുറുനരികൾക്കെന്നുള്ള വാക്ക് മാറ്റി പാമ്പുകൾ എന്നാക്കിയത് കൊണ്ടാണോ നമുക്കൊരു വിഷമം? അങ്ങനെയെങ്കിൽ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എത്തിയതും മലയാളികളുടെ ആസ്വാദക ഹൃദയത്തിൽ സിംഹാസനം വിട്ട് ഉറപ്പിച്ചിട്ടൊരു പാട്ടുണ്ട്. സാധാരണ ക്രിസ്മസ് വേളകളിലാണ് പാടുന്നത്. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഇത്രയും വിമർശിക്കുവാൻ കണ്ടെത്തിയവർ എന്തുകൊണ്ട് അതിനകത്തൊരു കാര്യം കണ്ടെത്തിയില്ല? അതായത് താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. എന്ത് എളുപ്പ പാടാൻ, നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ? താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം പാടിയിട്ടില്ലേ പാട്ട്? ഇനി പാടിയിട്ടില്ലെങ്കിൽ പോലും കേട്ട് ആസ്വദിച്ചിട്ടില്ലേ? ക്രിസ്മസ് ദിനങ്ങളിൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ റെക്കോർഡിട്ടിട്ടില്ലേ? താരകം നോക്കി നടന്ന, നക്ഷത്രം നോക്കി നടന്നത് ആട്ടിടയന്മാരാണോ? വിദ്വാൻമാരല്ലേ? ആട്ടിടയന്മാർക്ക് അവിടെ ഒരു നക്ഷത്രവും വന്നില്ല. ഈ തെറ്റെന്തിയ നിങ്ങൾ അവിടെ തിരിച്ചു കൊടുക്കാതിരുന്നേ?
പോട്ടെ, നമുക്ക് ഇത് വേറിട്ട് ചിന്തയാകുമ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ കയറി വരുന്നു കൂട്ടിക്കോ. ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പ്രശസ്ത നാടക ഗ്രൂപ്പായ KPSCയുടെ ഒരു നാടക ഗാനമായി അവതരിപ്പിക്കപ്പെട്ട ഒരു പാട്ടാണ് പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. ഇവിടെ പരസ്യയോഗത്തിന് മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവരിലേക്ക് നല്ല ഒരു ചിന്ത, ഒരു ആശയം പകർന്നു കൊടുക്കാനും. ആ ആശയം എന്തെന്ന് പറയട്ടെ. ഇന്ന് മനുഷ്യനെല്ലാം ദൈവത്തെ ആരാധിക്കുന്നത് അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയും ഉയർച്ചയ്ക്കും വേണ്ടിയാണല്ലോ. എവിടെ ചെന്നാലും ദേ വരാൻ പോവുകയാണ്, സ്വർണം വരാൻ പോവുകയാണ്, തങ്കം വരാൻ പോവുകയാണ്, 1.5 കോടി വരാൻ പോവുകയാണ്. ഇതൊക്കെ കേൾക്കാനും കാണാനുമാണല്ലോ നമ്മൾ പോകുന്നത്. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ. ആ യേശു ഇവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തെ പറവകൾക്ക് കൂടുണ്ട്. ഈ നമ്മളെല്ലാം ഈ സമ്പത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, അവന്റെ നാമത്തിൽ 1.5 കോടി കൊണ്ട് വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന യേശുവിന് തല ചായ്പാൻ പോലും ഇടയുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മഹാനും ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ദരിദ്രനും ആരായിരുന്നു? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മുടെ രക്ഷകൻ നമ്മൾ അഭിമാനിക്കുന്ന യേശു തന്നെയാ. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ ആ ഒരു പാട്ട് ഉപയോഗിച്ചതിൽ ആരുടെയൊക്കെയോ ആത്മീയ ചോർന്നുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കളയുന്നതിന് മുൻപ് ഞാൻ 2 വാക്ക് സ്നേഹത്തോടെ പറയട്ടെ. നിങ്ങളെ വേദനിപ്പിച്ചത് ഈ പാട്ടിന്റെ ഏത് ഭാഗമാ? പാട്ടിന്റെ ട്യൂണാണോ അതോ പാട്ടിന്റെ സന്ദേശമാണോ? പാട്ടിന്റെ സന്ദേശമാണെങ്കിൽ ഞാൻ പറയട്ടെ, യേശു പറഞ്ഞൊരു വാക്കാണല്ലോ അത് നാടകത്തിന്റെ ഗ്രൂപ്പുകാർ എടുത്തു എന്നുള്ളതാണ് നിങ്ങളുടെ വേദന. അങ്ങനെയെങ്കിൽ നാമൊക്കെ മൂക്കിന് അകത്ത് പഞ്ഞിയും വെച്ച് കിടക്കുന്ന സമയത്ത്, നമ്മുടെ ശവം ആ സെമിത്തേരിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മിക്കവാറും പാടാൻ സാധ്യതയുള്ള പാട്ട് സമയമാം രഥത്തിൽ എന്നുള്ള പാട്ടാണ്. വിശുദ്ധനും ഭക്തനുമായ നാഗൽ സാഹിബ് അവർകൾ എഴുതിയ ഗാനമാണെങ്കിലും അരനാഴികം എന്ന് പറയുന്ന സിനിമയിലേക്ക് സിനിമാക്കാർ എടുത്തുപോയി. അതുകൊണ്ട് ഇനി നമുക്കത് കൊള്ളില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഏതെങ്കിലും ഒരു ഭക്തൻ മരിച്ചിട്ട് തന്റെ ശവം സെമിത്തേരിലേക്ക് കൊണ്ടുപോകുമ്പോൾ സമയാമരഥം പാടിയിട്ട്, അയ്യോ ഇത് ഭക്തൻ എഴുതിയ പാട്ടാണെങ്കിലും ഇത് സിനിമാക്കാർ എടുത്തുപോയി, സിനിമയിൽ അത് പാടിപ്പോയി, അതുകൊണ്ട് ഇനി ഞാൻ ഇന്ന് എന്നെ അടക്കേണ്ടത്, ഞാൻ ചാടി എഴുന്നേക്കുന്നു പറഞ്ഞ് ഏതെങ്കിലും ഭക്തനോട് പോന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ പാട്ട് മരണ വീട്ടിൽ പാടിയപ്പോൾ അയ്യോ ഈ പാട്ട് പാടാൻ പറ്റത്തില്ല, ഇത് സിനിമാക്കാർ എടുത്തുപോയി പാട്ടാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? അതുമില്ല. പിന്നെ യേശു പറഞ്ഞൊരു വചനം ഒരു നാടക ഗ്രൂപ്പ് എടുത്തതാണോ പ്രശ്നം? അല്ല, ഞങ്ങൾക്ക് സന്ദേശമല്ല, ഞങ്ങൾക്ക് അതിന്റെ ട്യൂണാണ് പ്രശ്നം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനോഹരം യാഹേ നിന്റെ ആലയം, ഇതൊക്കെ പാടി ആരാധിക്കാത്ത പെന്തക്കോസുകാരുണ്ടോ? ഇത് ട്യൂൺ ആരുടെയാണെന്നറിയാമോ? ഇത് പ്രശസ്ത ബോണിയമ്മന്റെ ട്യൂണാണത്. ഇതും കൊണ്ട് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ല, സുഖമായിട്ട് കൈയടിച്ചെന്ന് പാടാം. പിന്നെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് 76-ാമത്തെ വയസ്സിൽ എബ്രഹാം എന്ന് പറയുന്ന സാറും 74-ാമത്തെ വയസ്സിൽ സാറാമ എന്ന് പറയുന്ന ആന്റിയും അവളുടെ പ്രിയ മകൾ ഗ്രേസും ദൈവത്തെ സ്തുതിപ്പാൻ, തങ്ങൾ അനുഭവിച്ച രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ സമൂഹത്തിൽ പോയി നിന്ന് പാടിയതാണോ നമുക്കൊക്കെ ആത്മീയത്തിന് ചോർച്ച സംഭവിച്ചത്? ഈ പ്രായത്തിലും കർത്താവിനെ സാക്ഷീകരിക്കാൻ കവലകളിൽ പോയിരിക്കുന്നല്ലോ. സാറാമിയാന്റെ അവിടെ ഇരിക്കുന്നത് ഒരു സ്റ്റൂളിട്ടായിരിക്കുന്നത്, കൈ പിടിച്ച് നടത്തിക്കൊണ്ടുപോയി 74 വയസ്സ് പ്രായമുള്ള ആ അമ്മച്ചി ഇന്നും കവലകളിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിന് പകരം കുത്തി ഇളക്കി അതിനകത്ത് ചെളിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു ആത്മീയ സമൂഹത്തിന്റെ പരിതാപകരമായ അവസ്ഥ എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? നമുക്കൊക്കെ പുച്ഛമാണെങ്കിൽ അത് കേട്ടു നോക്ക്, കണ്ടു നോക്ക്. ഈ അമ്മച്ചി ഇന്ന് പ്രസംഗിക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് ആരാണെന്നറിയാമോ? തെറി പറയാൻ നിൽക്കുന്നതല്ല. ഞാൻ അന്വേഷിച്ചത് ആരാണെന്ന്.
കടയടച്ചിട്ടിട്ട് സമാധാനത്തിന്റെ സന്ദേശം കേൾക്കാൻ ആ പ്രസംഗിക്കുന്ന അമ്മച്ചിയുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഈ മാതാവിനെ ഒന്ന് കണ്ടു നോക്ക്. എത്ര ഭയത്തോടു കൂടി ഭക്തിയോടു കൂടിയാണ് നിൽക്കുന്നതെന്ന് കണ്ടു നോക്ക്. ആ അമ്മച്ചി പാടിയ വേറൊരു പാട്ടുണ്ട്, അത് കേൾക്കുമ്പോൾ ഒന്നോളം വിഷമം തോന്നും. ഒന്ന് കേട്ടു നോക്കിക്കോ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ. ഇതൊക്കെ പാടി ആരാധിക്കുന്ന കൂട്ടര് ഈ ട്യൂൺ ആരുടെയാണെന്ന് നോക്കിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതില്ല. എന്നാൽ ഈ അമ്മച്ചി പ്രസംഗിക്കുമ്പോൾ അവർ കൊടുത്തൊരു പുതിയ നിയമം കയ്യിലേന്തി നിന്ന് ആ വചനം ശ്രദ്ധിക്കുന്ന ആളൊന്ന് കണ്ടു നോക്കിയേ. ഒരുപക്ഷെങ്കിൽ അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നതാണോ, അതേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മദ്യം കിടപ്പുണ്ടോ? എങ്കിലും തൻ്റെ കയ്യിൽ ഒരു ബൈബിൾ വന്നില്ലേ, ആ ബൈബിൾ ഒരു ഭവനത്തിനകത്ത് എത്തുമ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആരെങ്കിലും എടുത്ത് വായിക്കാതിരിക്കുമോ? നോക്ക്. അപ്പോൾ ഞാനൊന്ന് പറയാം, വിമർശിക്കാനാണെങ്കിൽ നമുക്കവിടെ എന്തും വിമർശിക്കാം. ആത്മീയലോകത്തോട് പറയുന്നു, ഇതൊരു പരസ്യയോഗമാണ്. അവിടെ ആളെ ചേർക്കുവാൻ, ആളെ ആകർഷിപ്പിക്കുവാൻ മറ്റൊന്നും ഉപയോഗിച്ചില്ലല്ലോ. ലജ്ജാവതി എന്നോടെ പാടിയില്ലല്ലോ. പച്ചയ്ക്ക് ഞാനോട് പറയുക, ലജ്ജാവതി എന്നോടെ പാടിയില്ലല്ലോ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്യം അതവിടെ പറഞ്ഞു, ഒരു ട്യൂണായി പറഞ്ഞു. അപ്പൊ സന്ദേശം നമുക്ക് പ്രശ്നമില്ല, നാടകഗാനമായതുകൊണ്ട് നമുക്ക് വിഷയം. സിനിമയ്ക്കകത്ത പാട്ട് പാടിയപ്പോൾ ശവാടക്കിന് പാടുന്നതിന് കുഴപ്പമില്ല. പിന്നെ ട്യൂണ്, എൻ്റെ ഓർമ്മയിൽ വന്ന 2 ട്യൂണേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഇഷ്ടംപോലെ ട്യൂണുകൾ കിടപ്പുണ്ട്. സിനിമാ പാട്ടിൻ്റെയും നാടകഗാനത്തിൻ്റെയും ഒക്കെ ട്യൂൺ എടുത്ത് പാടി നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വന്നിറങ്ങുന്നുണ്ട്. എവിടെ? വിശുദ്ധ തിരുമേശ പോലും കഴിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ആരാധനയിൽ ഹാ മനോഹരം യാഹേ നിന്റെ ആലയം എന്ന് പറഞ്ഞ് ബോണിയമ്മിന്റെ ട്യൂണിലിറക്കിയ പാട്ട് നമുക്ക് പാടി ആരാധിക്കുന്ന ഒരു കുഴപ്പമില്ല. ദൈവത്തെ അറിയാത്തതും ക്രിസ്തുവിനെ അറിയാത്തതും മദ്യപാനികളുമുള്ള സമൂഹത്തിൽ ചെന്ന് അവരോട് രക്ഷയുടെ വചനം പറയുവാനായി ഒരു ട്യൂൺ എടുത്തപ്പോൾ അവിടെയാണ് വിഷയം. അതിൻ്റെ താഴോട്ടുള്ള ഓരോ ചാൻസുകളും എന്താ അതിനകത്ത് കുഴപ്പം? മോഹങ്ങൾ മുരടിച്ചു, മൂതിരിക്കൈ മുരടിച്ചു, മനസ്സ് മാത്രം മുരടിച്ചില്ല. ആ സഹോദരന് പറയാം, സഹോദരൻ നിന്റെ മനസ്സ് മാത്രം മുരടിച്ചില്ലല്ലോ, ആ മനസ്സുകൊണ്ട് നീ ഇന്ന് രക്ഷകനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്ദേശമല്ലേ? അതിൻ്റെ ഓരോ വാക്കുകളെടുത്ത് നോക്ക്. അപ്പോൾ എന്ത് കണ്ടാലും വിമർശിക്കാനിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഞാൻ ഏകദേശം 3 വർഷത്തോളമായി വേറിട്ട ചിന്തകൾ എന്നുള്ള പേരിൽ വചന പഠനം നടത്തി വരുന്ന ഒരു ചാനൽ എനിക്കുണ്ട്. അതിനകത്ത് അന്നു മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ഇത് തെറ്റാ എന്ന് പറയുന്ന 2-3 സഹോദരന്മാരുണ്ട്. അവർക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ട സമയം അടുത്ത് കഴിഞ്ഞുപോയി. കാരണം മുടങ്ങാതെ കണ്ടിട്ട് ഇത് പറയുന്നുണ്ട്. ഞാൻ ഈ പ്രിയ കുടുംബത്തോട് ചേർന്ന് പറയുന്നത്, അവിടെ മുഖം തരാത്ത, ഈ വീഡിയോയിൽ മുഖം തരാത്ത ജോൺ എന്ന് പറയുന്ന അനുഗ്രഹിത ദൈവദാസൻ, ഗ്രേസിന്റെ ഭർത്താവ്, അങ്ങനെ 4 പേരും കൂടി നടത്തുന്ന ഈ പരസ്യയോഗം ഞാൻ നിങ്ങളോട് പറയുന്നു, കല്ലേറുകളെ പൂമാലകളാക്കിക്കൊണ്ട് നടന്ന് ലജ്ജ കൂടാതെ കർത്താവിന്റെ വചനം പറയുന്നുവെങ്കിൽ, കാരണം ഞാനങ്ങനെ പറയാൻ കാരണം എൻ്റെ ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന വീഡിയോ വലിയ വിവാദമായി മാറ്റിയിരിക്കുക ഒരു സമൂഹം. എന്താണെന്നറിയാമോ? ഞങ്ങൾ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ഇങ്ങനെയല്ല. ബൈബിളിൽ അങ്ങനെയായിരിക്കും, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ഇങ്ങനെയല്ല. എങ്ങനെയുണ്ട്? ഒരു തെറ്റ് അതിനകത്തൊരു വചനവിരുദ്ധമായ കാര്യം ചൂണ്ടിക്കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതില്ല. ഞങ്ങൾ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ഇങ്ങനെയല്ല. അപ്പൊ വിശുദ്ധ ബൈബിളല്ല ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഞാൻ പ്രിയ ആത്മീയ ലോകത്തിലെ സഹോദരനോട് പറയട്ടെ, ഈ അനുഗ്രഹീത കുടുംബം ചെറുപ്രായം മുതൽ കർത്താവിന്റെ വേലയിലായ ഏകദേശം ഇന്നേക്ക് 40 വർഷം, 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പോലെ എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. എന്നെ വേദവചനം പഠിപ്പിച്ച അധ്യാപകനാണ് ആ സമീപത്തിൽ നിൽക്കുന്ന EM എബ്രഹാം എന്ന് പറയുന്ന സാർ. അവരായതുകൊണ്ടും എന്നെ പഠിപ്പിച്ച ആളായതുകൊണ്ടും ഞാൻ ന്യായീകരിച്ച് പറയുന്നതെന്ന് തോന്നല്ലേ. ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ന്യായങ്ങൾക്ക് ന്യായമായും അന്യായങ്ങൾക്ക് അന്യായമായും എതിർക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹീത കുടുംബം ഇനിയും പാട്ടുകൾ പാടി
ദൈവത്തെ മഹത്വപ്പെടുത്താവുന്ന നല്ല സന്ദേശങ്ങൾ അടങ്ങിയ പാട്ടുകൾ പാടി അവർ ജനത്തെ ആകർഷിപ്പിച്ചു. അവർ ജനത്തോട് സുവിശേഷം പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്നും ആരാധനയ്ക്ക് പാടിയ പാട്ടല്ലല്ലോ, നിങ്ങൾക്ക് തിരുവത്താഴം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാൻ നേരത്ത് പാടിയ പാട്ടല്ലല്ലോ, നിങ്ങളുടെ സ്നാനക്കടവിലേക്ക് നയിച്ചപ്പോൾ പാടിയ പാട്ടല്ലല്ലോ, നിങ്ങളുടെ ആരാധനകൾ പാടി ആരംഭിക്കാമെന്ന് പറഞ്ഞപ്പോൾ പാടിയ പാട്ടല്ലല്ലോ. പിന്നെയോ മദ്യപാനികളോടും സുവിശേഷം അറിയാത്ത ജാതികളുടെ മുന്നിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഗായികയാണെന്ന് അറിയിക്കാനല്ല. സംഗീത അക്കാദമിയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4 വർഷമെങ്കിലും പഠിച്ച ഒരു ഗായികയാണ് ഗ്രേസ്. ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്നൊരു ദൈവവചനാണ് അത്രേ. കർത്താവിന് വേണ്ടി അന്നും ഇന്നും ഒരേപോലെ പ്രയോജനപ്പെടുന്ന കുടുംബം. അവർ തെരുവുകളിൽ നിന്ന് പാടട്ടെ, കർത്താവിനെ മഹത്വപ്പെടട്ടെ. അതിനെ പരസ്യമാക്കി കളിയാക്കി അതിനെ വികലമാക്കി കളയാൻ നോക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ കുടുംബത്തോട് പറയുന്നു, വിമർശകർ എന്നും വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മടി കൂടാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന അവർക്കുണ്ടായിരിക്കണമേ. 76-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട എബ്രഹാം സാറും 74-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട സാറാമ്മ ആന്റിയും തിരുവോരങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കുന്നത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറും സന്മനസ്സുമുള്ളവർ അങ്ങനെ ചെയ്താട്ടെ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.